ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോഴികളും അവരുടെ ഒരു ദിവസത്തെ പരിചരണവും ഒക്കെ ഉൾപ്പെടുത്തിയൊരു ചെറിയ വീഡിയോ ആണ്. രാവിലെ അവർക്ക് കൊടുക്കാനുള്ള തീറ്റ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ആദ്യം കുതിർത്തി വെച്ച അരിയാണ് നമ്മൾ എടുക്കുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അതിലേക്ക് നമ്മൾ ചോറ്, തലേ ദിവസത്തെ ബാക്കി വന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മീൻകറി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഴികൾക്ക് മീൻകറി കൂട്ടി ചോറ് കൊടുക്കുമ്പോൾ നെയ്യ് കെട്ടാനുള്ള ചാൻസ് കുറയും. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തലേ ദിവസത്തെ കുറച്ച് ഇഡ്ഡലി ബാക്കി വന്നതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തീറ്റ കൊടുക്കുന്നതോടെ നമുക്ക് തീറ്റ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു തരത്തിലുള്ള കൈത്തീറ്റകളും ചേർത്തിട്ടില്ല. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത തീറ്റ നമുക്ക് 2-3 പാത്രങ്ങളിലാക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇവരെ ഞാൻ ഇൻക്യുബേറ്ററിൽ അടവച്ച് വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. ഇവർക്കിപ്പോൾ ഒരു 8 മാസം പ്രായമായിട്ടുണ്ട്. ഇത് 20 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 18 പേരേ ഉള്ളൂ. 2 പൂവനെ കൊടുത്തു. കൂടുതലും പൂവനാണുള്ളത്. ഇതെടുത്ത തള്ളക്കോഴിയും കുഞ്ഞുങ്ങളുമാണ്. ഇവരെ എനിക്കൊരു ലക്കി ഡ്രോയിലൂടെ കിട്ടിയതാണ്. കൂട്ടിലെ സ്ഥലക്കുറവുണ്ട്. ഇവരെ ആദ്യമൊക്കെ കാർഡ്ബോർഡ് പെട്ടിക്കകത്തൊക്കെ ആയിരുന്നു ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വളർച്ചക്കുറവുണ്ട്. ഇപ്പോൾ 2 മാസത്തിൽ മേൽ പ്രായമുണ്ട്. അതിൻ്റെ ഒരു വളർച്ച ഇവർ കാണിക്കുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടും തള്ളക്കോഴി ഇതുവരെ ഇവരെ കൊത്തി മാറ്റിയിട്ടില്ല. ഞാനും ഇവരെ മാറ്റാൻ നിന്നില്ല. തന്നെ കൊത്തി മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കോഴികൾക്ക് തീറ്റ വാങ്ങാൻ വേണ്ടി കടയിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായി കോഴികൾക്ക് തീറ്റ വാങ്ങുന്നത്. കോഴി, ആട്, പശു, കാട എന്നിവയ്ക്കൊക്കെ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള തീറ്റകളും ലഭ്യമാണ്. അതുകൂടാതെ മറ്റ് എല്ലാ തരത്തിലുള്ള പെറ്റ് ഫുഡ്സ് ആൻഡ് ആക്സസറീസ് ഇവിടെ ലഭ്യമാണ്. ഞാൻ ഇവിടെ നിന്നിപ്പോൾ 1 കിലോ ഗ്രോവറും 2 കിലോ ലെയർ മാഷും 2 കിലോ തവിടും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പം അവന് വേണ്ടി നമ്മളൊരു ബെൽറ്റും ഒരു റോപ്പും വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ അവൻ ആ ബെൽറ്റ് ഒത്തിരി വലുതാണ്. അതിന് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരമായപ്പോഴത്തേക്കും നമ്മൾ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും കൂടെ അഴിച്ചിട്ടിട്ടുണ്ട്. കുറേ നേരം അവരങ്ങനെ ചേഞ്ഞ് പെറുക്കി തിന്നിങ്ങനെ നടന്നു. ഇവരെ കൂട്ടിൽ കയറ്റിയിട്ട് വേണം മറ്റേ വലിയ കോഴികളെ അഴിച്ചു വിടാൻ. ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര കൊത്താകും. ഇവരെ ഇങ്ങനെ കുറേ നേരം കൂടെ വിട്ട ശേഷം തീറ്റയൊക്കെ കൊടുത്ത് ഇവരെ അകത്ത് കയറ്റിയിട്ടുണ്ട്. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിൽ കയറ്റിയ ശേഷം വലിയ കോഴികളെ അഴിച്ചു വിടാൻ പോവുകയാണ്. അഴിച്ചു വിട്ട ഉടനെ തന്നെ ഇവരിങ്ങനെ ഓടി പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓടിപ്പോയി ചേഞ്ഞ് പെറുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇവരിങ്ങനെ ഓടിപ്പോകുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. കുറേ നേരം കൂട്ടിൽ അടച്ചിട്ട് കഴിഞ്ഞ് അഴിച്ചു വിട്ടതിൻ്റെ സന്തോഷത്തിൽ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. ഇവരുടെ കൂട്ടിൽ മുട്ടയിടാൻ വേണ്ടി ഞാൻ ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിരുന്നാണ് ഇവരെല്ലാം മുട്ടയിടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 മുട്ട കിട്ടിയിട്ടുണ്ട്. അഴിച്ചു വിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും തിന്നായിട്ട് കൊടുത്താൽ ഇവർ തിന്നത്തില്ല. എങ്കിൽ പോലും ഞാൻ കുറച്ച് അരിയൊക്കെ വിതറി ഇട്ട് കൊടുക്കും. അവർ കുറച്ചൊക്കെ കഴിക്കും. ആറേ മുക്കാൽ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരെല്ലാവരും തന്നെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കോഴി വളർത്തലും ഫാമിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്നൊരു ചാനലാണ്. കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ പുറകെ വരുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.